നമുക്കറിയാം എത്രയോ രാജാക്കന്മാർ അവരുടെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അവരുടെ പേര് കേൾക്കാനില്ല. പക്ഷേ ദൈവത്തെ ഭയപ്പെടുന്നവൻ്റെ നില അതല്ല. അവൻ്റെ നീതി എന്നേക്കും നിൽക്കുന്നു. ചില കൊച്ചുമക്കളെ പറയുമ്പോൾ വല്യപ്പച്ചൻ്റെ പേര് പറയും, വല്യപ്പച്ചൻ്റെ അപ്പൻ്റെ പേര് പറയും. എന്തിനെന്നറിയാമോ? ആമേൻ, ആ വല്യപ്പച്ചൻ്റെ അപ്പൻ ഒരു നീതിമാനായിരുന്നു. ഇല്ല, വല്യപ്പച്ചൻ ദൈവത്തെ ഭയപ്പെടുന്നൊരു മനുഷ്യനായിരുന്നു, ദൈവകൃപയിൽ നിൽക്കുന്നതായിരുന്നു. എന്നിട്ട് പല ഇടങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ആ അപ്പച്ചൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ആ അപ്പച്ചൻ്റെ ദൈവകൃപയാണ് ഇന്ന് ഈ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശേഷമുള്ള തലമുറകളെ പറ്റി ഒന്ന് ചിന്തിക്കാമോ? നാം സമ്പാദിച്ചതോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത നമുക്ക് ശേഷം 4-ാം തലമുറ, 5-ാം തലമുറ, 6-ാം തലമുറ ഒന്ന് ചിന്തിച്ച് നാം ദൈവത്തെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മുടെ തലമുറകൾ പറയണം, എൻ്റെ അമ്മൻ പിതാവ് അല്ലെങ്കിൽ മാതാവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കൂടി നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ദൈവസന്നിധിയിൽ ഒരുക്കുകയാ. ആ വസ്തുത മറന്നു പോകരുത്.